ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അഭിമുഖത്തിലേക്ക് അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നൂറ്റാണ്ടുകൾക്കിപ്പുറവും അങ്ങയുടെ ജീവിതം ഞങ്ങളെപ്പോലെയുള്ള അനേകർക്ക് ജീവിത പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വലിയൊരു പാഠപുസ്തകമാണ്. ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികൾക്കുള്ള ഉത്തരങ്ങൾ അങ്ങയുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ അഭിമുഖം അത്തരത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ അല്പം കൂടി ഊട്ടിയുറപ്പിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെട്ട അഭിമുഖത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്റെ ജീവിതം പൂർണ്ണമായി വചനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ദൈവവും ദൈവത്തിന്റെ വചനവും മാത്രമാണ് എന്റെ ജീവിതം. ദൈവവചനത്തിൽ അടിയുറച്ചു വിശ്വസിച്ചത് ഒന്ന് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ നിങ്ങളുടെ മുൻപിൽ എനിക്കിരിക്കുവാൻ സാധിച്ചതിന്റെ ഒരേ ഒരു കാരണം. എന്റെ ജീവിതത്തിലെ പലവിധമായ അനുഭവങ്ങളും അപ്പോഴെല്ലാം കടന്നുവന്ന ദൈവത്തിന്റെ സഹായവും നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അങ്ങയുടെ ആദ്യകാല ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശമൂവേൽ പ്രവാചകൻ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ അങ്ങയുടെ ഭവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അങ്ങയുടെ പിതാവും സഹോദരങ്ങളും അങ്ങയെക്കുറിച്ച് ഓർത്തില്ല എന്നത് അങ്ങേ വേദനിപ്പിച്ചില്ലേ? ഇന്നത്തെ കുട്ടികളും പലപ്പോഴും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ആരും തങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ. അങ്ങിങ്ങനെയാണ് ആ മാനസികാവസ്ഥയെ മറികടന്നത് എന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? തീർച്ചയായും. വേദന തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാവും. ഞാൻ വെറുമൊരു ആട്ടിടയൻ മാത്രമാണല്ലോ എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എങ്കിലും മനുഷ്യർ പലപ്പോഴും നമ്മളുടെ പുറമേയുള്ള രൂപവും സാഹചര്യവും ഒക്കെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിന്റെ കുറവുകളും മനസ്സിന്റെ ബലഹീനതകളും ഒക്കെ വ്യക്തമായി അറിയാമായിരുന്നു. എന്റെ പിതാവും സഹോദരങ്ങളും എന്നെ കഴിവില്ലാത്ത ഒരുവനായി മാത്രമാണ് കണക്കാക്കിയിരുന്നത്. കാട്ടിലെ ഏകാന്തതയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. കാഴ്ചക്കാരില്ലാതിരുന്നിട്ടും ഞാൻ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത പുലർത്തിയിരുന്നു. ആ വിശ്വസ്തതയാണ് യഥാർത്ഥത്തിൽ ദൈവം കണ്ടത്. എങ്കിലും ആരുടെയും ഹൃദയത്തിൽ അത്ര വലിയ സ്ഥാനമൊന്നും നേടിയെടുക്കാൻ കഴിയാതിരുന്ന എനിക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ടായിരുന്നു. നമ്മെ കരുതേണ്ടവരും ഓർക്കേണ്ടവരുമൊക്കെ നമ്മളെ മറന്നുപോയാലും നമ്മെ ഒരിക്കലും മറക്കാതെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ. അന്ന് ശമൂവേൽ പ്രവാചകൻ 1 ശമൂവേൽ 16:7 പറഞ്ഞ ആ വചനം ഇന്നും എന്റെ കാതുകളിലുണ്ട്. മനുഷ്യൻ കണ്ണിന്നു കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. രാജാവായി അഭിഷേകം ലഭിച്ചതിനു ശേഷം പ്രതീക്ഷിച്ചതുപോലെ ഉടനടി സിംഹാസനത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങേക്ക്. ആ സാഹചര്യത്തിൽ നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? മാനസികമായി മടുപ്പ് തോന്നിയോ? ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാൻ തീരെ ക്ഷമയില്ല. ഇതിനെക്കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു? അതെ, അഭിഷേകം ലഭിച്ചിട്ടും ഞാൻ തിരികെ പോയത് ആടുകളെ മേയിക്കാനാണ്. രാജാവായി അഭിഷേകം ലഭിച്ചപ്പോൾ ഉടനടി ഞാനും പ്രതീക്ഷിച്ചത് സിംഹാസനത്തിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ചാണ്. ദൈവം ഒരു വാഗ്ദാനം തന്നാൽ അത് നിറവേറ്റാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ കാത്തിരിപ്പിന്റെ സമയമാണ് ദൈവം നമ്മളെ പരുവപ്പെടുത്തുന്നത്. എന്നാൽ കാത്തിരിപ്പിന്റെ കാലം ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുവാനുള്ള കാലമാണ് എന്നത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ആഗ്രഹിച്ച സമയത്തല്ല കാര്യങ്ങൾ ശ്രേഷ്ഠമായി നടക്കുന്നത്, മറിച്ച് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായി കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ പഠിച്ചു. എന്നാൽ ആ കാലത്ത് എനിക്ക് മടുപ്പ് തോന്നിയില്ല. പകരം ദൈവത്തോട് ചേർന്നിരുന്ന് വരുവാനുള്ള നല്ല കാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് കാത്തിരിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. ആ കാത്തിരിപ്പിൽ ദൈവം എന്റെ കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പാടുവാൻ എനിക്ക് കഴിഞ്ഞത്. ആ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 27:14. യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്ക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക. ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ധൃതിപ്പെടരുത്. ദൈവത്തിന്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. ഇനി അങ്ങേ ഞങ്ങൾക്ക് ഇത്ര സുപരിചിതനാക്കിയ വിഷയത്തിലേക്ക് വരാം. മല്ലനായ ഗോലിയാത്തിനെ നേരിട്ട സംഭവം. ആ പരാക്രമിയെ കണ്ടപ്പോൾ പേടി തോന്നിയില്ലേ? കയ്യിൽ വാലില്ല, പരിചയമില്ല. എങ്ങനെയാണ് ആ സമയത്ത് അത്രയും ധൈര്യത്തോടെ മുന്നോട്ടു പോയത്? ശരിയാണ്, എന്റെ കയ്യിൽ ആയുധമില്ലായിരുന്നു. പക്ഷേ എന്റെ നാവിൽ ദൈവത്തിന്റെ ശക്തിയുള്ള വചനമുണ്ടായിരുന്നു. ഗോലിയാത്ത് അവന്റെ ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ
ഞാൻ ദൈവത്തിന്റെ നാമത്തിലാണ് ആശ്രയിച്ച് മുൻപോട്ടു പോയത്. ഞാൻ അവനോടപ്പോൾ പറഞ്ഞത് ഇതാണ്: നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 1 ശമൂവേൽ 17 45 എന്റെ ധൈര്യം എന്റെ കഴിവിലായിരുന്നില്ല. മുൻപ് സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എന്നെ രക്ഷിച്ച സർവശക്തനായ എന്റെ ദൈവം ഈ ശത്രുവിന്റെ മുന്നിലും എന്നെ രക്ഷിക്കുമെന്നത് മുൻകാല അനുഭവങ്ങൾ എനിക്ക് നൽകിയ വിശ്വാസമായിരുന്നു. യുവജനങ്ങളെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കാളും വളരെ വളരെ വലുതാണ് യേശുവിന്റെ ശക്തി. ആ നാമം സർവത്തിനും മതിയായ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിച്ച് സകല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ധൈര്യസമേതം അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ശൗൽ രാജാവ് അങ്ങേ തന്റെ പടച്ചട്ട അണിയിക്കുവാൻ ശ്രമിച്ചല്ലോ. പക്ഷെ അങ്ങത് വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് പലരും ആഗ്രഹിച്ച ആ വാഗ്ദാനം അങ്ങ് സ്വീകരിക്കാതിരുന്നത്? ആത്മീയമായും ഭൗതികമായും ആ പടച്ചട്ട എനിക്ക് പാകമാക്കില്ലായിരുന്നു. അതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ആശ്രയിച്ചത് ഭൗതികമായ ഒരു സംരക്ഷണത്തിലായിരുന്നില്ല, എന്റെ ദൈവത്തിന്റെ ശക്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശൗൽ രാജാവ് എനിക്ക് നേരെ നീട്ടിയ പടച്ചട്ട ഞാൻ നിരസിച്ചത്. ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളതും അതാണ്: ഒന്നിലും മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ദൈവം നിങ്ങൾക്ക് തന്നതായ തനതായ കഴിവുകൾ പൂർണ്ണമായും ഉപയോഗിക്കുക. ശൗലിന്റെ വാളിനേക്കാൾ ശക്തി എന്റെ കയ്യിലെ ചെറിയ കവണയ്ക്കും ദൈവനാമത്തിനുമായിരുന്നു. അത് തിരിച്ചറിഞ്ഞതാണ് എന്റെ വിജയത്തിന് കാരണമായത്. ശൗൽ രാജാവ് അങ്ങയെ കൊല്ലുവാൻ തീരുമാനിച്ചു നടന്ന കാലം. ആ കാലത്ത് അങ്ങേക്ക് ഗുഹകളിലും കാടുകളിലുമൊക്കെ ഒരുപാട് ഭീതിയോടെ ഒളിച്ചു കഴിയേണ്ടി വന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു കടുത്ത വിഷാദത്തിന്റെ സമയമായിരുന്നില്ലേ? അപ്രതീക്ഷിതമായ ആ തകർച്ചയിൽ പിടിച്ചു നിൽക്കാൻ അങ്ങേ സഹായിച്ചതും പ്രാർത്ഥന തന്നെയാണോ? അതെ, ആ കാലത്ത് മരണഭയം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. പക്ഷേ ഭയം വരുമ്പോൾ പൂർണ്ണമായും നിരാശയിലകപ്പെട്ട് ഞാൻ ഒന്നിലും ഒതുങ്ങുകയല്ല ചെയ്തത്. ആ സമയത്ത് പ്രത്യാശയോടെ ഞാൻ ദൈവത്തിലേക്ക് നോക്കി. എന്റെ സങ്കടങ്ങൾ ഒന്നും ഉള്ളിൽ ഒതുക്കി വെക്കാതെ ദൈവസന്നിധിയിൽ സകലതും സമർപ്പിച്ചു കരഞ്ഞു. ആ അനുഭവത്തിൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് സങ്കീർത്തനങ്ങൾ 34:18 ഇങ്ങനെ പാടി: ഹൃദയം നുറുങ്ങിയവർക്കു യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനം 56:3 വീണ്ടും ദൈവത്തിൽ ബലപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പാടി: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇനി വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്കിലും ഒഴിവാക്കാനാവാത്തത് കൊണ്ട് ചോദിക്കുന്നു. ബത്ശേബയുടെ കാര്യത്തിൽ അങ്ങേക്ക് തെറ്റുപറ്റി. ഊരിയാവിനോടുള്ള പ്രവൃത്തിയും പാപത്തിൽ ചെന്നവസാനിച്ചു. ഇതൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് തോന്നിയോ? എന്നിട്ടും എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ വന്നത്? സാഹചര്യങ്ങൾ നിമിത്തം പാപം ചെയ്തപ്പോൾ എന്റെ സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എന്റെ അസ്ഥികൾ ഉരുകുന്ന വേദനയായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ അനുഭവിച്ചത്. പക്ഷേ നാഥാൻ പ്രവാചകൻ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ അതിൽ ഒഴികഴിവ് പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് മാപ്പിരന്നു. തെറ്റുകൾ പറ്റിയാൽ ഒളിച്ചോടരുത്. അനുതാപമുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കില്ല. പാപം മൂലം ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാനല്ല ആ സമയത്ത് എനിക്ക് തോന്നിയത്, ദൈവത്തോട് മാപ്പിരക്കാനാണ്. ആ സാഹചര്യത്തിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച വചനം സങ്കീർത്തനം 51:10 ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്നതാണ്. അതേപോലെ തന്നെ സങ്കീർത്തനം 51:17 എനിക്ക് ബലം നൽകിയ ഒരു ഭാഗമാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. സ്വന്തം മകനായ അബ്ശാലോം അങ്ങയെ കൊല്ലുവാൻ വരുമ്പോൾ ഒരു പിതാവിന്റെ ഹൃദയം എത്ര വേദനിച്ചു കാണും. ആ ചതിയെ അങ്ങെങ്ങനെയാണ് ദൈവാശ്രയത്തിൽ അതിജീവിച്ചത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. പക്ഷേ ആ പിരിമുറുക്കത്തിന്റെ സമയത്തും എന്റെ സംരക്ഷകൻ ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഈ ഭൂമിയിൽ ഏറ്റവും ബന്ധമുള്ളവർ എന്നെ എതിർക്കുമ്പോഴും ഞാൻ ദൈവത്തെ നോക്കി വിശ്വാസത്തോടെ സങ്കീർത്തനം 3 മുതൽ 3 വരെ ഭാഗങ്ങളിൽ ഇങ്ങനെ പാടി: യഹോവേ, എന്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. എങ്കിലും യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. താങ്ങി നടത്തേണ്ട കുടുംബം നമ്മെ കൈവിട്ടാൽ പോലും ദൈവം നമ്മുടെ തല അനുഗ്രഹം കൊണ്ട് ഉയർത്തും. കർത്താവിന്റെ നാമത്തിൽ അളവറ്റ നന്ദി ഈ നിമിഷം അങ്ങയോട് പറയുന്നു.
അവസാനമായി, ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട് പലപ്പോഴും പലതിലും കുഴങ്ങുന്ന ഈ കാലഘട്ടത്തിലെ യുവതലമുറയോട് ഒറ്റ വാചകത്തിൽ എന്തുപദേശമാണ് അങ്ങേക്ക് നൽകുവാനുള്ളത്? ജീവിതം ഒരു യാത്രയാണ്. തീർച്ചയായും അതിൽ ഇരുണ്ട താഴ്വരകളുണ്ടാകും. കർത്താവ് യോഹന്നാൻ 16:33 പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇതു നിങ്ങളെയാട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടു, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒന്നിലും ഒരു നാളും ഭയപ്പെടരുത്, കാരണം വിശ്വസ്തനായ ഒരു ഇടയൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ ആ വചനം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സങ്കീർത്തനം 23:4. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവത്തെ നിങ്ങളുടെ ഇടയനാക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അങ്ങയോട് പറയുന്നു. അങ്ങയുടെ ഈ വചനങ്ങളും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് എന്നും വെളിച്ചമായിരിക്കട്ടെ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രവിച്ച എല്ലാവരിലും അത്ഭുതകരമായ ദൈവത്തിന്റെ ബലവും സഹായവും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്കുകൾ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു.